Accessible Tech World Malayalam for the Visually Impaired YouTube ചാനലിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഫണ്ടമെന്റൽസ് ഓഫ് വിൻഡോസ് വിത്ത് സ്ക്രീൻ റീഡർ എന്ന ഡെമോ വീഡിയോ ട്യൂട്ടോറിയൽ പരമ്പരയുടെ പുതിയൊരു അധ്യായമാണിത്. കഴിഞ്ഞ വീഡിയോ ഭാഗങ്ങളിലെല്ലാം തന്നെ വിൻഡോസ് 10, വിൻഡോസ് 11 എന്നീ ഓപ്പറേറ്റിംഗ് സിസ്റ്റങ്ങളുടെ ഡെസ്ക്ടോപ്പ് വിൻഡോയുടെ വിവിധ എലമെൻറ്റ്സ് നമ്മൾ പരിചയപ്പെട്ടു. അവസാന വീഡിയോയിൽ ക്വിക്ക് ലോഞ്ച് ബാറിൻ്റെ ഭാഗമായി വിൻഡോസ് 10 അവൈലബിൾ ആയിട്ടുള്ള മൈക്രോസോഫ്റ്റ് വിൻഡോസ് കോർട്ടന വോയിസ് അസിസ്റ്റൻ്റ് ആണ് നമ്മൾ പരിചയപ്പെട്ടത്. എന്നാൽ ഇന്ന് നമ്മൾ നോക്കുന്നത് ക്വിക്ക് ലോഞ്ച് ബാറിൻ്റെ ഭാഗമായിട്ടുള്ള മൂന്നാമത്തെ ഐറ്റമായ ടാസ്ക് വ്യൂ എന്നതാണ്. ടാസ്ക് വ്യൂവിൻ്റെ ഇൻട്രൊഡക്ടറി സെഷനാണിത്. ക്വിക്ക് ലോഞ്ച് ബാറിൽ ആകെ 3 ഐറ്റംസ് ആണുള്ളത്. വിൻഡോസ് സെർച്ചിന് റൈറ്റ് സൈഡിൽ വിൻഡോസ് 10 അവൈലബിൾ ആയിട്ടുള്ളത് മൈക്രോസോഫ്റ്റ് വിൻഡോസ് കോർട്ടന. എന്നാൽ വിൻഡോസ് 11 കോർട്ടന പിൻവലിച്ച് പകരം കോപ്പൈലറ്റ് കൊണ്ടുവന്നിരിക്കുന്നു. ദെൻ ടാസ്ക് വ്യൂ. എന്താണ് ടാസ്ക് വ്യൂ, എന്തെല്ലാം കാര്യങ്ങൾക്കാണ് ടാസ്ക് വ്യൂ ഉപയോഗിക്കുന്നത് തുടങ്ങി ചെറിയൊരു ഓവർവ്യൂ അല്ലെങ്കിൽ ഒരു ഇൻട്രൊഡക്ടറി സെഷൻ മാത്രമാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത്. അധികം ആമുഖഭാഷണമില്ലാതെ വീഡിയോയിലേക്ക് കടക്കാം. Task View, your Windows multitasking powerhouse, conquer clutter and boost productivity, presented by Accessible Tech World Malayalam for the Visually Impaired YouTube channel. Task View is a powerful multitasking feature introduced in Windows 10 and available in Windows 11 as well. It helps you organize and navigate your open windows with ease, boosting your productivity and reducing clutter. ടാസ്ക് വ്യൂ എന്താണ് എന്ന ഒരു ഇൻട്രൊഡക്ടറി സെഷനാണിത്. ഇതൊരു പവർ പോയിന്റ് പ്രസൻറ്റേഷനാണ്. ഫസ്റ്റ് സ്ലൈഡിൽ പറയുന്നത് എന്താണ് ടാസ്ക് വ്യൂ എന്നതാണ്. വിൻഡോസ് 10 അവതരിപ്പിച്ചിട്ടുള്ള വിൻഡോസ് 11 ലഭ്യമായ ഒരു മൾട്ടി ടാസ്കിംഗ് മാനേജിംഗ് ടൂളാണ് ടാസ്ക് വ്യൂ. വ്യത്യസ്ത ഫംഗ്ഷനുകൾ അല്ലെങ്കിൽ വ്യത്യസ്ത വർക്കുകൾ ഒരു ഉപഭോക്താവിന് യാതൊരുവിധ തടസ്സങ്ങളും ഇല്ലാതെ മാനേജ് ചെയ്യാൻ സഹായിക്കുന്ന ടൂളാണ് ടാസ്ക് വ്യൂ. Task View first made its debut in Windows 10 Creators Update, released in April 2017. Since then, it has seen improvements and refinements in subsequent versions of Windows. ടാസ്ക് വ്യൂ ആദ്യമായി പ്രത്യക്ഷപ്പെടുന്നത് 2017 ഏപ്രിൽ മാസമാണ്. വിൻഡോസ് 10 ക്രിയേറ്റേഴ്സ് അപ്ഡേറ്റിലാണ് ആദ്യമായി ടാസ്ക് വ്യൂ എന്ന ഈ ഒരു ടൂൾ അവതരിപ്പിക്കുന്നത്. ശേഷം വന്ന ഓരോ വേർഷനുകളിലായി ടാസ്ക് വ്യൂവിൻ്റെ വിവിധ ഫംഗ്ഷനുകൾ മെച്ചപ്പെടുത്തി, എബിലിറ്റി മെച്ചപ്പെടുത്തി. വിൻഡോസ് 11 എത്തുമ്പോൾ വളരെ യൂസർ ഫ്രണ്ട്ലി ആയിട്ടുള്ള കുറെ കൂടി റെലവൻ്റ് ആയിട്ടുള്ള ഒരു ടാസ്ക് വ്യൂ വിൻഡോ ആയി മാറിയിരിക്കുകയാണ്. ഇനി ടാസ്ക് വ്യൂവിൻ്റെ പ്രധാനപ്പെട്ട ഫങ്ഷൻസ് എന്തൊക്കെയാണ് എന്ന് നോക്കാം. Virtual desktops create multiple desktops to separate different projects, workflows, or personal activities. Each desktop acts as a clean slate, allowing you to focus on one task at a time without distractions. വെർച്വൽ ഡെസ്ക്ടോപ്പ് എന്ന ഫംഗ്ഷനാണ് ടാസ്ക് വ്യൂ പ്രൊവൈഡ് ചെയ്യുന്ന ഒന്നാമത്തെ ഇമ്പോർട്ടൻറ്റ് ഫംഗ്ഷൻ. വെർച്വൽ ഡെസ്ക്ടോപ്പ് എന്ന കോൺസെപ്റ്റ് മുമ്പ് നമ്മൾ പരിചയപ്പെട്ടതാണ്. ഒരു ഉപയോക്താവിന് വ്യത്യസ്ത കമ്പ്യൂട്ടർ മെഷീനുകളിൽ ഒരേ സമയം വർക്ക് ചെയ്യുന്ന ഒരു അനുഭവം നൽകുന്ന ഒരു കോൺസെപ്റ്റാണ് വെർച്വൽ ഡെസ്ക്ടോപ്പ്. ഒരു ഡെസ്ക്ടോപ്പിൽ വിവിധ വിൻഡോസ് ഓപ്പൺ ആയാൽ ചില സമയത്തെങ്കിലും നമുക്കത് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാക്കിയേക്കാം. പ്രത്യേകിച്ച് സ്ക്രീൻ റീഡർ യൂസേഴ്സിന്. സൈറ്റഡ് യൂസേഴ്സിനായാലും ഒരു ഡെസ്ക്ടോപ്പിൽ ഒരുപാട് വിൻഡോസ് ഓപ്പൺ ആയാൽ ബുദ്ധിമുട്ടാവും. ഇതൊഴിവാക്കുന്നതിനായി വ്യത്യസ്ത ഡെസ്ക്ടോപ്പ് എന്ന കോൺസെപ്റ്റ് അവതരിപ്പിച്ചിരിക്കുകയാണ്. ഇതിന് സഹായിക്കുന്നതാവട്ടെ ടാസ്ക് വ്യൂ ആണ്. ഓരോ ഡെസ്ക്ടോപ്പും ഒരു ക്ലീൻ സ്ലേറ്റ് ആയിട്ട് ആക്ട് ചെയ്യും. അഥവാ ഓരോ ഡെസ്ക്ടോപ്പിലും 1-2 വിൻഡോസ് മാത്രം ഓപ്പൺ ചെയ്തിട്ടുകൊണ്ട് നമ്മുടെ വർക്ക് തടസ്സപ്പെടാതെ വളരെ വേഗത്തിൽ സ്വിച്ച് ചെയ്ത് വർക്ക് ചെയ്യാൻ സാധിക്കും. ഇതാണ് വെർച്വൽ ഡെസ്ക്ടോപ്പ് എന്ന കോൺസെപ്റ്റ്. ഈ ഒരു മൾട്ടി ടാസ്കിംഗ് ഫീച്ചർ പ്രൊവൈഡ് ചെയ്യുന്നത് ടാസ്ക് വ്യൂ എന്ന മൾട്ടി ടാസ്കിംഗ് മാനേജിംഗ് ടൂളാണ്. Window Overview. Get a bird's eye view of all open windows across desktops. Quickly find and switch between windows without minimizing or searching through layers. സെക്കൻഡ് വൺ, വിൻഡോ ഓവർവ്യൂ. ഓരോ ഡെസ്ക്ടോപ്പിലും വ്യത്യസ്ത ആപ്സ് അല്ലെങ്കിൽ വിൻഡോസ് ഓപ്പൺ ചെയ്തിടാം. ഇങ്ങനെ വരുമ്പോൾ ഒരു ഡെസ്ക്ടോപ്പിൽ തന്നെ ഒരുപാട് വിൻഡോസ് ഓപ്പണായി കിടക്കുമ്പോൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ട് വരുന്നില്ല. അതുകൊണ്ട് തന്നെ ടാസ്ക് വ്യൂ ഉപയോഗിച്ചുകൊണ്ട് ഓരോ വിൻഡോസ് മിനിമൈസ് ചെയ്യാതെ ക്വിക്കായിട്ട് ആക്സസ് ചെയ്യാൻ സാധിക്കും. പ്രത്യേകിച്ച് അത് മൗസ് യൂസേഴ്സിനാണ് അല്ലെങ്കിൽ സൈറ്റഡ് യൂസേഴ്സിനാണ് ഈ ഒരു ഫീച്ചർ ഉപകാരപ്പെടുന്നത്. നമുക്ക് വെർച്വൽ ഡെസ്ക്ടോപ്പ് സ്വിച്ച് ചെയ്തുകൊണ്ട് ഉപയോഗിക്കാൻ സാധിക്കും. അല്ലെങ്കിൽ ടാസ്ക് വ്യൂയിലേക്ക് പോയിട്ട് ആക്സസ് ചെയ്യുന്നതിനേക്കാൾ എളുപ്പം ഓൾട്ട് ടാബ് ഉപയോഗിച്ചുകൊണ്ട്
ഓരോ ഡെസ്ക്ടോപ്പിലെയും വിൻഡോസ് തമ്മിൽ സ്വിച്ച് ചെയ്യുന്നതാണ് നമുക്ക് എളുപ്പം. എന്നാൽ ഒരു മൗസ് യൂസറെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഓരോ വിൻഡോ ഇങ്ങനെ മിനിമൈസ് ചെയ്യുന്നതിന് പകരം ഏത് വിൻഡോയിലേക്കാണോ ജമ്പ് ചെയ്യേണ്ടത് ആ ഒരു പർട്ടിക്കുലർ വിൻഡോ ടാസ്ക് വ്യൂവിൽ നിന്ന് പെട്ടെന്ന് ക്ലിക്ക് ചെയ്തുകൊണ്ട് ആക്സസ് ചെയ്യാൻ സാധിക്കുന്നു എന്നതാണ് വിൻഡോ ഓവർവ്യൂ എന്ന രണ്ടാമത്തെ ഫംഗ്ഷൻ പ്രൊവൈഡ് ചെയ്യുന്നതിലൂടെ ടാസ്ക് വ്യൂ നൽകുന്ന ഒരു പ്രധാന ബെനിഫിറ്റ്. Timeline, Windows 10 access past activities and open previously closed windows and apps. This feature is currently not available in Windows 11. മൂന്നാമത്തെ പ്രധാന ഫംഗ്ഷനാണ് ആക്ടിവിറ്റി ടൈം ലൈൻ. ലാസ്റ്റ് 30 ഡേയ്സ് നമ്മൾ ചെയ്തിട്ടുള്ള എല്ലാ വർക്കുകളും, ആപ്സ് ഹിസ്റ്ററി, ഓപ്പൺ ചെയ്തിട്ടുള്ള ഫയൽസ് എല്ലാം തന്നെ വിവിധ ഗ്രൂപ്പുകളായി അഥവാ ഓരോ ദിവസത്തെ ഡേറ്റ് അനുസരിച്ചുള്ള ഗ്രൂപ്പുകളായി വെർട്ടിക്കൽ ടൈം ലൈനായി ടാസ്ക് വ്യൂ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. എന്നാൽ ഇത് വിൻഡോസ് 10 ടാസ്ക് വ്യൂവിൽ മാത്രമേ കാണാൻ സാധിക്കുകയുള്ളൂ. വിൻഡോസ് 11 ടാസ്ക് വ്യൂവിൽ ടൈം ലൈൻ ഫീച്ചർ ലഭ്യമല്ല. Snap Assist, drag windows to the edges of the screen to automatically organize them in side-by-side, stacked, or corner layouts. ഫംഗ്ഷൻ നമ്പർ 4, സ്നാപ്പ് അസിസ്റ്റ്. ഒരു സ്ക്രീനിൽ തന്നെ വ്യത്യസ്ത വിൻഡോസ് വ്യത്യസ്ത കോർണറുകളിലായി ഒരേ സമയം ഓപ്പൺ ചെയ്തിട്ടുകൊണ്ട് യാതൊരു തടസ്സവുമില്ലാതെ വർക്ക് ചെയ്യുക എന്ന കോൺസെപ്റ്റാണിത്. ഫോർ എക്സാമ്പിൾ, നമ്മുടെ ആൻഡ്രോയിഡ് ഫോണുകളിലുള്ള സ്പ്ലിറ്റ് സ്ക്രീൻ എന്ന ഫീച്ചർ ഉണ്ടല്ലോ. ഒരൊറ്റ സ്ക്രീനിൽ രണ്ട് വ്യത്യസ്ത വിൻഡോസ് ഒരേ സമയം ഓപ്പൺ ചെയ്തിട്ടുകൊണ്ട് യാതൊരു തടസ്സവുമില്ലാതെ രണ്ട് വിൻഡോസിലും ഒരേ സമയം വർക്ക് ചെയ്യാൻ സാധിക്കുന്ന കോൺസെപ്റ്റ്. ഇനി പോപ്പപ്പ് സ്ക്രീൻ ആണെങ്കിൽ 4 കോർണറുകളിലായി ഓരോ ചെറിയ വിൻഡോസ് എന്ന നിലയിൽ ഓപ്പൺ ചെയ്യാം. അതുപോലെ കമ്പ്യൂട്ടറിലും വ്യത്യസ്ത വിൻഡോസ് ഒരൊറ്റ സ്ക്രീനിൽ വ്യത്യസ്ത കോർണറുകളിലേക്കായി ഡ്രാഗ് ചെയ്ത് അറേഞ്ച് ചെയ്തുകൊണ്ട് ഒരേ സമയം തടസ്സമില്ലാതെ വർക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഫീച്ചറാണ് സ്നാപ്പ് അസിസ്റ്റ്. ഈ ഒരു ഫീച്ചർ പ്രൊവൈഡ് ചെയ്യുന്നതും മൾട്ടി ടാസ്കിംഗ് മാനേജിംഗ് ടൂൾ ആയിട്ടുള്ള ടാസ്ക് വ്യൂ തന്നെയാണ്. Search, find specific windows or apps within task view using the search bar. ഫംഗ്ഷൻ നമ്പർ 5, സെർച്ച്. വ്യത്യസ്ത ടാസ്ക്സ് കണ്ടെത്താൻ സെർച്ച് ബാർ ഉപയോഗിക്കാവുന്നതാണ്. ടാസ്ക് വ്യൂവിൽ സെർച്ച് ബാർ അവൈലബിൾ ആണ്. ഒരേ സമയം വ്യത്യസ്ത ഡെസ്ക്ടോപ്പുകളിൽ അവൈലബിൾ ആയിട്ടുള്ള വ്യത്യസ്ത വിൻഡോസ് കണ്ടെത്തി ആക്സസ് ചെയ്യുന്നതിന് ടാസ്ക് വ്യൂവിന്റെ ഭാഗമായ സെർച്ച് ബാർ ഉപയോഗിക്കാം. ഇതും മൾട്ടി ടാസ്കിംഗ് മാനേജിംഗ് ടൂളായ ടാസ്ക് വ്യൂ പ്രൊവൈഡ് ചെയ്യുന്ന പ്രധാനപ്പെട്ട ഒരു ഫംഗ്ഷനാണ്. ഇനി വിൻഡോസ് 10, വിൻഡോസ് 11 ഓപ്പറേറ്റിംഗ് സിസ്റ്റങ്ങളുടെ ഭാഗമായിട്ടുള്ള ടാസ്ക് വ്യൂ വിൻഡോ തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്തെല്ലാം എന്ന് നോക്കാം. Here is a comparison table given, which contain the differences between Windows 10 and 11 task view. Column headers, Column 1, Feature. Column 2, Windows 10. Column 3, Windows 11. Feature 1, Grouping. In Windows 10, basic grouping by app or window is available, while in Windows 11, advanced grouping by app, window or virtual desktop is available. ഒന്നാമത്തെ വ്യത്യാസം ഗ്രൂപ്പിംഗ് എന്ന ഫംഗ്ഷനാണ്. ടാസ്ക് വ്യൂ ഉപയോഗിച്ചുകൊണ്ട് വ്യത്യസ്ത ഫംഗ്ഷൻസ് ഒരു ഗ്രൂപ്പായി അറേഞ്ച് ചെയ്യാൻ സാധിക്കും. ഇതിൽ വിൻഡോസ് 10 ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിലേക്ക് നോക്കുമ്പോൾ ബേസിക് ഗ്രൂപ്പിംഗ് ഫംഗ്ഷൻ മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ. ഓരോ ഡെസ്ക്ടോപ്പിനും ലിമിറ്റഡ് ഫംഗ്ഷനാലിറ്റി മാത്രമാണ് ഗ്രൂപ്പിംഗ് പ്രൊവൈഡ് ചെയ്യുന്നത്. എന്നാൽ വിൻഡോസ് 11ലേക്ക് വരുമ്പോൾ കുറെ കൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഗ്രൂപ്പിംഗ്, ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ഗ്രൂപ്പിംഗ് ലഭ്യമാണ്. Feature 2, Snapping. In Windows 10, no snapping functionality is available. On the other hand, Windows 11 provides Snap Assist for easier window arrangement with predefined layouts. രണ്ടാമത്തെ പ്രധാന വ്യത്യാസം സ്നാപ്പിംഗ് ആണ്. വിൻഡോസ് 10 സ്നാപ്പ് അസിസ്റ്റ് അല്ലെങ്കിൽ സ്നാപ്പിംഗ് ഫീച്ചർ പ്രൊവൈഡ് ചെയ്യുന്നില്ല. എന്നാൽ വിൻഡോസ് 11 OSലേക്ക് വരുമ്പോൾ ടാസ്ക് വ്യൂ സ്നാപ്പ് അസിസ്റ്റ് എന്ന ഫീച്ചർ പ്രൊവൈഡ് ചെയ്യുന്നു എന്നതാണ് രണ്ടാമത്തെ പ്രധാന വ്യത്യാസം. Feature 3, Virtual Desktops. In Windows 10, only limited to linked desktops are available, while in Windows 11, multiple linked and independent desktops are available. മൂന്നാമത്തെ പ്രധാന വ്യത്യാസം വെർച്വൽ ഡെസ്ക്ടോപ്പിലാണ്. അതായത് വിൻഡോസ് 10ൽ ലിമിറ്റഡ് ഫംഗ്ഷനാലിറ്റീസ് മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ലിങ്ക്ഡ് ഡെസ്ക്ടോപ്പ് മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഫോർ എക്സാമ്പിൾ, എല്ലാ വെർച്വൽ ഡെസ്ക്ടോപ്പിനും ഒരേ വാൾപേപ്പർ, ഫംഗ്ഷനാലിറ്റീസ് ഏതാണ്ട് സിമിലർ ആണ്. കസ്റ്റമൈസേഷൻസ് അത്രയ്ക്ക് പ്രൊവൈഡ് ചെയ്യില്ല. നേരെ മറിച്ച് വിൻഡോസ് 11 OSലേക്ക് വരുമ്പോൾ ടാസ്ക് വ്യൂ കുറെ കൂടി മെച്ചപ്പെട്ടിട്ടുണ്ട്. വെർച്വൽ ഡെസ്ക്ടോപ്സ് ലിങ്ക്ഡ് ആയിട്ടും ഉപയോഗിക്കാം, ഇൻഡിപെൻഡൻ്റ് ആയിട്ടും ഉപയോഗിക്കാം. അഥവാ ഓരോ വെർച്വൽ ഡെസ്ക്ടോപ്പിനും സെപ്പറേറ്റ് വാൾപേപ്പേഴ്സ് സെറ്റ് ചെയ്യാം, റീനെയിം ചെയ്യാം, ഫങ്ഷൻസ് കസ്റ്റമൈസ് ചെയ്യാം, ഏതെല്ലാം വിൻഡോസ് ഏതെല്ലാം ഡെസ്ക്ടോപ്പിൽ കാണണമെന്ന് നമുക്ക് തീരുമാനിക്കാം തുടങ്ങിയ ഇൻഡിപെൻഡൻറ്റ് ഫീച്ചേഴ്സ് അവൈലബിൾ ആണ്. ഇങ്ങനെ വിൻഡോസ് 10 കമ്പയർ ചെയ്യുമ്പോൾ
കുറെ കൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു വെർച്വൽ ഡെസ്ക്ടോപ്പ് മൾട്ടി ടാസ്കിംഗ് ഫീച്ചർ വിൻഡോസ് 11 ടാസ്ക് വ്യൂ നൽകുന്നുണ്ട്. Feature 4. Snap Layouts. In Windows 10, snap layouts are not available, while in Windows 11, predefined and custom layouts for snapped windows are available. നാലാമത്തെ പ്രധാന വ്യത്യാസം സ്നാപ്പ് ലേഔട്ടുകളാണ്. വിൻഡോസ് 10ൽ നമുക്കറിയാം സ്നാപ്പ് ഫീച്ചർ ഇല്ല, അതുകൊണ്ട് തന്നെ സ്നാപ്പ് ലേഔട്ട് ഫീച്ചറും ഇല്ല. എന്നാൽ വിൻഡോസ് 11 ടാസ്ക് വ്യൂയിലേക്ക് വരുമ്പോൾ സ്നാപ്പ് അസിസ്റ്റ് എന്ന ഫീച്ചർ ഉള്ളതുകൊണ്ട് തന്നെ സ്നാപ്പ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ ഓരോ കോർണറിലായി അറേഞ്ച് ചെയ്തിട്ടുള്ള വിൻഡോസിന് വ്യത്യസ്ത ലേഔട്ടുകൾ നമുക്ക് സെറ്റ് ചെയ്യാൻ സാധിക്കും. ഇതും വിൻഡോസ് 10, വിൻഡോസ് 11 ടാസ്ക് വ്യൂ തമ്മിലുള്ള പ്രധാന വ്യത്യാസങ്ങളിൽ ഒന്നാണ്. Feature 5. Activity Timeline. Windows 10 provides the timeline with limited history and no search or filtering functions, while in Windows 11, the timeline feature is not available. അഞ്ചാമത്തെ പ്രധാന വ്യത്യാസം എന്ന് പറയുന്നത് ആക്ടിവിറ്റി ടൈംലൈൻ ആണ്. വിൻഡോസ് 10ൽ അവസാന 30 ദിവസത്തെ ആക്ടിവിറ്റീസ് കണ്ടെയ്ൻ ചെയ്യുന്ന ഒരു വെർട്ടിക്കൽ ടൈംലൈൻ ടാസ്ക് വ്യൂയിൽ അവൈലബിൾ ആയിരുന്നു. എന്നാൽ ഇതിന് പ്രത്യേകിച്ചുള്ള ഒരു സെർച്ച് ബാർ ഫീച്ചറോ അല്ലെങ്കിൽ ഫിൽറ്ററിംഗ് ഫീച്ചറോ ഒന്നുമില്ല. നേരെ മറിച്ച് വിൻഡോസ് 11ലേക്ക് വരുമ്പോൾ വിൻഡോസ് 11 ടാസ്ക് വ്യൂ ആക്ടിവിറ്റി ടൈംലൈൻ പ്രൊവൈഡ് ചെയ്യുന്നില്ല എന്നതാണ് അഞ്ചാമത്തെ പ്രധാന വ്യത്യാസം. In conclusion, Task View is a powerful tool for anyone who juggles multiple tasks or desires a more organized workflow. It empowers you to switch between projects seamlessly, minimize distractions, and boost your productivity. While some functions like timeline differ between Windows 10 and 11, both versions offer valuable features for efficient multitasking. Remember, exploring and experimenting with Task View's functionalities can unlock its full potential and revolutionize your Windows experience. ചുരുക്കി പറഞ്ഞാൽ മൾട്ടി ടാസ്കിംഗ് എഫിഷ്യൻസി വർദ്ധിപ്പിക്കുന്നതിന് അല്ലെങ്കിൽ കമ്പ്യൂട്ടറിൽ ഒരേ സമയം വ്യത്യസ്ത വിൻഡോസ് വ്യത്യസ്ത ഡെസ്ക്ടോപ്പുകളിൽ ഓപ്പൺ ചെയ്തിട്ടുകൊണ്ട് യാതൊരു ഡിസ്ട്രാക്ഷനും ഇല്ലാതെ വർക്ക് ചെയ്യുന്നതിന് അവസരം ഒരുക്കുന്ന വളരെ മികച്ച ഒരു ഫീച്ചറാണ് ടാസ്ക് വ്യൂ, അല്ലെങ്കിൽ ഒരു മൾട്ടി ടാസ്കിംഗ് മാനേജിംഗ് ടൂളാണ് ടാസ്ക് വ്യൂ. വിൻഡോസ് 10ന്റെ ഡെവലപ്പർ അപ്ഡേറ്റിലാണ് ആദ്യമായി ഇത് അവതരിപ്പിക്കപ്പെട്ടത്. 2017 ഏപ്രിൽ. തുടർന്ന് വന്നിട്ടുള്ള ഓരോ വേർഷനുകളിലും മെച്ചപ്പെട്ടു. വിൻഡോസ് 10ൽ നിന്ന് 11ലേക്ക് എത്തുമ്പോൾ വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുണ്ട്. ഏതായാലും ടാസ്ക് വ്യൂ എന്ന ഫീച്ചർ എങ്ങനെ യൂസ് ചെയ്യാം, എങ്ങനെയാണ് ടാസ്ക് വ്യൂ ആക്സസ് ചെയ്യേണ്ടത്, ടാസ്ക് വ്യൂവിൻ്റെ യൂസർ ഇൻ്റർഫേസ് എങ്ങനെയാണ് തുടങ്ങിയ കാര്യങ്ങൾ അടുത്ത വീഡിയോയിൽ പരിചയപ്പെടാം. ഇത്രയുമാണ് ഈ ഒരു വീഡിയോയിൽ നമുക്ക് മനസ്സിലാക്കാനുള്ളത്. Thanks for watching this introductory session of Task View.